കഥയുടെ രാജകുമാരൻ ബേപ്പൂർ സുൽത്താൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ട് 20 വർഷം. കഥയിലും കഥാപാത്രങ്ങളിലും എഴുത്തിന്റെ ലോകത്തും നവമാധ്യമങ്ങളിലൂടെ അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. ഒരു റിപ്പോർട്ട്. കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയായിരുന്നില്ല അക്ഷരങ്ങളുടെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീർ. ജീവിച്ചു വളർന്ന ചുറ്റുപാടുകളിലെ അനുഭവ സാക്ഷ്യങ്ങളായിരുന്നു വിശ്വവിഖ്യാതമായ പല നോവലുകളിലെയും കഥാപാത്രങ്ങൾ. തുറമുഖ നഗരിയിലെ പത്തേമാരിയുടെ ഈറ്റില്ലമായ ബേപ്പൂരിൽ വയലായിൽ മുറ്റത്തെ മാങ്കോസ്ലിം മരച്ചോട്ടിലിരുന്ന് നിറമങ്ങിയ ഹീറോ പേനയിൽ കോറിയിട്ട അക്ഷരക്കൂട്ടങ്ങളിലെ കഥാപാത്രങ്ങൾ ഇന്നും സാഹിത്യപ്രേമികളുടെ മനസ്സിൽ ജീവിക്കുകയാണ്. വർഷം 20 കഴിഞ്ഞെങ്കിലും ജൂലൈ 5-ന് ആരാധകരും സുഹൃത്തുക്കളും വയലായിൽ മുറ്റത്തെത്തി ഇമ്മണി ബല്യ സുൽത്താന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. സോജ രാജകുമാരിയുടെ റെക്കോർഡും ചാരുകസരയും കണ്ണടയും അപ്പം വിരലും ചൂണ്ടുവിരലും കൂട്ടിപ്പിടിച്ച് മൂക്കിലേക്ക് വലിച്ചു കയറ്റാൻ പാകത്തിന് തയ്യാറാക്കി വെച്ച പൊടിക്കുപ്പിയും വിവിധ പുരസ്കാരങ്ങളും വയലായിൽ തയ്യാറാക്കിയ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വൈക്കത്തിന്റെ ഭാര്യ ഫാബിയും മകൻ ആനീസ് ബഷീറും ഇത് നിധി പോലെ കാത്തുസൂക്ഷിക്കുന്നു. എന്നാൽ ബഷീറിന് ഒരു സ്മാരകമെന്ന സ്വപ്നം ഇപ്പോഴും സാക്ഷാത്കരിക്കപ്പെടാതിരിക്കുകയാണെന്ന് മകൻ ആനീസ് ബഷീർ പറയുന്നു. 20-ാം വർഷത്തിലും ഞങ്ങൾക്കുള്ള ഒരു വേദന, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രധാനികളും അപ്രധാനികളുമായ അനേകം പേർക്ക് സ്മാരകങ്ങളും സ്തൂപങ്ങളും മ്യൂസിയങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ബഷീറിന് വേണ്ടി അങ്ങനെയൊരു സ്ഥാപനമോ ഒരു സംവിധാനമോ ഒരുങ്ങിയിട്ടില്ല. വരുമായിരിക്കും കേരള സർക്കാർ, കഴിഞ്ഞ 2 സർക്കാരും ഇതിനുവേണ്ടി കാര്യമായി ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി പണം നീക്കി വെച്ചിട്ടുണ്ട്. എന്തോ ഒരു മുട്ട് അതിന് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ആരും താല്പര്യമെടുക്കാതില്ല, അത് ഞങ്ങൾക്കറിയാം. അത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജൂലൈ 5-ലെ കോരിച്ചെരിയുന്ന മഴയിൽ സൃഷ്ടിച്ചെടുത്ത കഥാപാത്രങ്ങളെ വായനക്കാരിൽ ഏൽപ്പിച്ച് എഴുത്തുമതിയാക്കി ബഷീർ യാത്രയായി. ഈ ദിനത്തിൽ ഇന്നും ബേപ്പൂരുകാരുടെ ടാറ്റയെ അല്ലെങ്കിൽ ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമമർപ്പിക്കാൻ ഈ വലിയ ഭൂമിയുള്ളിടത്തോളം കാലം ബഷീറിനെ സ്നേഹിക്കുന്നവരും എഴുത്തിനെ സ്നേഹിക്കുന്നവരുമെത്തും. സജീഷ് കുമാർ തറയിൽ, കൾച്ചറൽ ഡെസ്ക്. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദിയും തുടരുന്നതെന്ന് പ്രതിപക്ഷ